أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്കിടയിൽ ആ കൂട്ടത്തിൽ തന്നെ ഉമ്മത്തുൽ ഇജാബയിൽ നിന്നും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തിന് രണ്ട് വിഭാഗമുണ്ട്, ഉമ്മത്തുൽ ദഅവ, മറ്റൊന്ന് ഉമ്മത്തുൽ ഇജാബ. ഉമ്മത്തുൽ ദഅവ കൊണ്ട് ഉദ്ദേശം ഈ ഭൂമിയിൽ ജീവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അംഗീകരിക്കാൻ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള സർവ മനുഷ്യരും ജിന്നുകളുമാണ് ഉമ്മത്തുൽ ദഅവ. ആ കൂട്ടത്തിൽ റിസാലത്ത് അംഗീകരിച്ചവരാണ് ഉമ്മത്തുൽ ഇജാബ. ആ വാചകം സൂചിപ്പിക്കും പോലെ തന്നെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ഇജാബത്ത് നൽകിയ ആളുകൾ, അഥവാ നമ്മൾ ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ. അപ്പൊ ആ ഉമ്മത്തുൽ ഇജാബയുടെ കൂട്ടത്തിൽ നിന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നത് ഒരേ ഒരു വിഭാഗത്തെ മാത്രമാണ്. രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആ കൂട്ടം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവരാരോ അവരാണ് വിജയിച്ചവർ. അതൊരു വിഭാഗം മാത്രമേ ഉള്ളൂ. അവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ, അല്ലെങ്കിൽ അൽ ഫിർഖ അന്നാജിയ. ആ അഹ്ലുസുന്നയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരുടെ വിശ്വാസം എങ്ങനെയായിരിക്കും? അവരുടെ അഖീദ എന്തായിരിക്കും? അത് ക്രോഡീകരിച്ചിട്ടുള്ള ചെറിയ ഗ്രന്ഥമാണ് തസ്ഹീലുൽ അഖീദത്തുൽ ഇസ്ലാമിയ്യ. അബ്ദുല്ലാഹ് അൽ ജിബ്രീൽ റഹിമഹുല്ലാഹു തആല രചിച്ച ചെറിയ കിതാബ്. അതാണ് നമ്മൾ ഇതുവരെ വായിച്ചു വന്ന ഗ്രന്ഥം. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണ്, സലഫി എന്ന് പറയുന്നത് ആർക്കാണ്, സലഫുകൾ ആരാണ്, എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള ഫിർഖകൾ, വിഭാഗങ്ങൾ ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് അഹ്ലുസുന്നയിൽ നിന്നും അവർ വേർപെട്ട് പോയത്, അതിനുള്ള കാരണങ്ങൾ എന്താണ്, ആ കാരണങ്ങളിൽ അഹ്ലുസുന്നയുടെ നിലപാടുകൾ എന്താണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായി പറഞ്ഞ സംഗതികളാണ്. അങ്ങനെ അഹ്ലുസുന്നയുടെ അഖീദയെ വേർതിരിച്ച്, അഖീദയാണ് പ്രശ്നം, അഖീദയാണ് അസ്ല്, അമലുകളല്ല. കാരണം അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധന അഖീദ ശരിയാവല. അതുകൊണ്ടാണ് സലഫി ഉലമാക്കൾ മസ്അലകളുടെ കാര്യത്തിൽ, അഅമാലുകളുടെ കാര്യത്തിൽ 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഒരാൾ ഫോളോ ചെയ്താൽ തെറ്റില്ല എന്ന് പറയാൻ കാരണം, എങ്ങനെ ഫോളോ ചെയ്താൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിക്കല്ല കേട്ടോ, ആ തെറ്റിദ്ധാരണ വന്നു പോകരുത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഷാഫികളോ ഹനഫികളോ ഫോളോ ചെയ്യുന്നത്, തഖ്ലീദ് ചെയ്യുന്നത് കണ്ണടച്ചിട്ടാണ്. അത് പറ്റില്ല. ഒരു ഇമാമിന്റെ ഉസൂലിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു, പക്ഷെ ആ ഉസൂല് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി എന്ന പ്രമാണത്തിനോട് യോജിച്ചാൽ അത് നമ്മൾ സ്വീകരിക്കും, യോജിക്കാത്തതിൽ ആ ഇമാമിനോട് നമ്മൾ എതിരായിരിക്കും. അതാണ് അഹ്ലുസുന്നന്റെ അമലുകളിൽ, മസ്അലകളിലുള്ള നിലപാട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, സലഫുകൾ ഇജ്തിഹാദ് ചെയ്ത് ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മസ്അലകളെ ഇസ്തിംബാത്ത് ചെയ്യാനുള്ള ഇൽമ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൽ പ്രധാനപ്പെട്ട ഇല്ലാത്തത് നമുക്ക് അറബി ഭാഷ അറിയില്ല. അറബി ഭാഷ അറിയുന്നവർക്ക് അതിന്റെ പ്രയോഗം, അങ്ങനെ പ്രയോഗിച്ചാൽ എന്താണ് അർത്ഥം
ഏത് സാഹചര്യത്തിലാണ് ഇന്ന വാചകം പറയുക, ഇതെല്ലാം അറിയണം. അതറിയുന്നവർക്ക് മസ്അലകളെ ഇജ്തിഹാദ് ചെയ്ത് അതിൽ നിന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു തരാൻ കഴിവുള്ള ഇമാമുകളെ നമ്മൾ തഖ്ലീദ് ചെയ്യും എപ്പോൾ അവർ ഖുർആനിനോട് സുന്നത്തിനോട് മുവാഫഖായാൽ, അല്ലാത്തതിന് തള്ളിക്കളയും അമലുകളുടെ കാര്യത്തിൽ. പക്ഷെ അഖീദയുടെ കാര്യത്തിൽ തഖ്ലീദില്ല, അഭിപ്രായങ്ങളില്ല, ആളുകളുടെ ചിന്താഗതികളില്ല, ഉലമാക്കളുടെ മഹാന്മാരുടെ ഇജ്തിഹാദുകളില്ല, ഗവേഷണങ്ങൾ അഖീദയിലില്ല. അഹ്ലുസുന്നയുടെ അഖീദ ഒന്ന് അല്ലാഹു പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കും. അത് തന്നെ സലഫുകളുടെ ഫഹ്മനുസരിച്ച് അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയായിരിക്കും. അതിന് മുമ്പോട്ടില്ല, ബാക്കോട്ടില്ല, രണ്ട് സൈഡിലേക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ശൈഖ് അബ്ദുല്ലാ ജിബ്രീ റഹിമഹുല്ലാഹു തആല അഖീദയിലുള്ള അഹ്ലുസുന്നയുടെ നിലപാട് വ്യക്തമാക്കി. അതിനുശേഷം ദീനുൽ ഇസ്ലാമിന്റെ മർത്തബകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ക്ലാസുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഇസ്ലാം എത്ര മർത്തബകളാണ്? 3 മർത്തബകളാണ്. മറാത്തിബുൽ ഇസ്ലാമി സലാസ: അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. ഇതാണ് ദീനിന്റെ മർത്തബകൾ. ഇതിൽ ഒരു മുസ്ലിമായ ഏറ്റവും ടോപ്പ് മുസ്ലിം എന്ന് പറയുന്നവൻ മുഹ്സിനായ മുസ്ലിമാണ്. ഇഹ്സാൻ എന്ന ദീനിന്റെ പദവിയിലെത്തിയ, അതെങ്ങനെയാ എത്തുക? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. ദീൻ മനസ്സിലാക്കി, ദീൻ ഉൾക്കൊണ്ട് അതനുസരിച്ച് അമൽ ചെയ്ത് ഞാൻ എന്റെ റബ്ബിനെ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന അവസ്ഥയിൽ ഈമാൻ എത്തുന്ന ആ ടോപ്പ് ലെവൽ ഇഹ്സാന്റെ ലെവൽ. അല്ലെങ്കിൽ അതിന്റെ ബാക്കി എന്താ? ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഞാൻ കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ സദാ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചിന്ത സദാ ഉണ്ടാവുന്ന അവസ്ഥ അല്ലാഹു നസീബാക്കി അനുഗ്രഹിക്കട്ടെ. അതായത് റമദാനിലൊക്കെ നമുക്കുണ്ടായ അവസ്ഥ, അതാണ് ഇഹ്സാന്റെ അവസ്ഥ. അത് നിലനിന്ന് കിട്ടിയാൽ റമദാൻ കബൂലായി എന്നർത്ഥം. പക്ഷെ വളരെ ചുരുക്കം, 100-ൽ ചിലപ്പോ 1-2 ആൾക്ക് മാത്രമേ അതിൽ ഇസ്തിഖാമത്ത് കിട്ടുള്ളൂ. കാരണം ആ ലെവല് ടോപ്പാണ്, എല്ലാവർക്കും എത്താൻ കഴിയില്ല. പക്ഷെ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. ശ്രമിച്ചവർക്ക് അല്ലാഹു കൊടുക്കുകയും ചെയ്യും. അതിന്റെ ഒന്നാമത്തെ മർത്തബയാണ് അൽ ഇസ്ലാം, ഒരാൾ മുസ്ലിം ആയിരിക്കും. രണ്ടാമത്തേത് അൽ ഈമാൻ. ഇസ്ലാം എന്ന ദീനിന്റെ മർത്തബയുടെ 5 അർക്കാനുകൾ നമ്മൾ പറഞ്ഞു. അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വതുഖീമ الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ഇതാണ് ഇസ്ലാമിന്റെ ഈ 5 കാര്യങ്ങൾ ചെയ്താണ് മുസ്ലിമായി. അതിൽ ഒന്നാമത്തെ റുക്ൻ പറഞ്ഞു നമ്മൾ ഷഹാദയാണ്. ഷഹാദയെ നമ്മൾ വിശദീകരിച്ചു. അതൊരു കരാറാണ്, അടിമയ്ക്ക് ഉടമയുമായിട്ടുള്ള ഉടമ്പടിയാണ്. ഏത് കാര്യത്തിൽ? 2 വിഷയത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇവ രണ്ടിലും അല്ലാഹുക്ക് കൊടുക്കുന്ന ഉടമ്പടിയാണ് ഷഹാദ. അതായത് അല്ലാഹുവേ, നീ അല്ലാത്ത യഥാർത്ഥത്തിലുള്ള ഇലാഹായി എനിക്ക് വേറെ ആരും ഇല്ല. എന്റെ ദുആ, എന്റെ ഇസ്തിഗാസ, എന്റെ ഇസ്തിആന, എന്റെ ഇസ്തിആദ, എന്റെ ദുആ, എന്റെ തവക്കുല്, എന്റെ ശരണം, ഉപകാരങ്ങൾ തേടുന്നത്, ഉപദ്രവങ്ങൾ കാവൽ തേടുന്നത്, ഇതെല്ലാം നീയല്ലാത്ത ഒരു വസ്തുവോ വ്യക്തിയോ ശക്തിയോ ആർക്കും നൽകുന്ന പ്രശ്നമേ ഇല്ല, നിന്നോടും മാത്രം എന്ന് ഞാൻ ഇതാ കരാറ് ചെയ്യുന്നു. എന്റെ ജീവൻ തന്നെ പോയാലും ഞാൻ എങ്ങനെയേ ജീവിക്കുള്ളൂ. 2, അങ്ങനെ നിനക്ക് മാത്രമായി ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ എന്റെ ഇഷ്ടപ്രകാരമായിരിക്കൂല, ഞാൻ കണ്ടു കേട്ട് പഠിച്ചു വന്നതുമായിരിക്കൂല, നാട്ടിൽ പണ്ടേ പാരമ്പര്യമായി വന്നതുമായിരിക്കൂല. നീ എനിക്ക് വേണ്ടി അത് പഠിപ്പിക്കാനായി നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമായിരിക്കും നിന്നിലെത്താനുള്ള എന്റെ മാർഗം എന്നും ഞാൻ ഇതാ നിനക്ക് കരാറ് തരുന്നു, ഉടമ്പടി ചെയ്യുന്നു. ഇതാണ് ഷഹാദ. ഈ കരാറ് കൊടുത്തിട്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. അയാളാണ് നിസ്കാരം തൊട്ട് ഹജ്ജ് വരെയുള്ള അമലുകൾ നിർബന്ധമാവുന്ന മുസ്ലിം. ഈ
ഷഹാദയിൽ നമ്മൾ അള്ളാഹുവിന് കരാറ് കൊടുത്ത ആ കലിമത്തു തൗഹീദ്, അതിന്റെ മാന അറിയണം, അതിന്റെ അർക്കാനുകൾ അറിയണം, അതിന്റെ ശുറൂത്തുകൾ അറിയണം, അത് ബാത്തിലാവുന്ന മുബത്തിലാത്തുകൾ നവാഖിദുകളും അറിയണം. ക്ലാസിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു വന്നത് അതാണ്. ഷഹാദയുടെ അല്ലെങ്കിൽ കലിമത്തു തൗഹീദിന്റെ മാന നമ്മൾ പറഞ്ഞു. എന്താണ്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അതെന്നെ പറയണം. മലയാളത്തിന്റെ ആരാധനക്കർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ സലഫികളാണ്, സലഫുകളുടെ പിൻഗാമികളും അടുത്ത തലമുറയ്ക്ക് അഹ്ലുസുന്നയുടെ കറകളഞ്ഞ അഖീദ കൈമാറേണ്ടവരുമാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം സലഫുകൾ പറഞ്ഞു തന്നതുപോലെ ആവണം. മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഹഖായിക്കൊണ്ട് സത്യമായി ആരാധിക്കപ്പെടുന്നവനായി അല്ലാഹു അല്ലാതെ വേറെ ആരും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിനുള്ള അർഹതകൾ അല്ലാഹുവിന് മാത്രമാണ്. ഏതാണ് അർഹത? റുബൂബിയ്യത്ത്. ആ കലിമത്തിന്റെ മഅന അറിഞ്ഞ് രണ്ട് റുക്നുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കരാറ് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ റുക്ൻ അതിന്റെ പേര് നഫ്യുൽ ആം. ഒരിക്കലും മറക്കരുത്. ഇതാണ് അസ്ല്, ഇതാണ് അസ്ല്. നഫ്യുൽ ആം. അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ എന്നിട്ടാണ് ദുനിയാവിൽ അല്ലാഹുവിന് പുറമെ ബാത്തിലായി, സത്യമായിട്ടല്ല ബാത്തിലായി ആരൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ, ഏതൊക്കെ എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ എന്റെ മനസ്സിൽ നിന്നും ഞാൻ തള്ളിക്കളയുന്നു. മലക്കില്ല, ജിന്നില്ല, നബിയില്ല, സാലിഹില്ല, വലിയില്ല, ആലിമില്ല, തങ്ങളില്ല, ബാവയില്ല, ബീവിയില്ല, കുപ്പിയില്ല, തകടില്ല, പിന്നെ ഉറുക്കില്ല, ഏലസില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സംഗതിയില്ല. നഫ്യുൽ ആം. എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു വസ്തുവില്ല. ഒന്നാമത്തെ റുക്ൻ. രണ്ട് ഇസ്ബാത്തുൽ ഖാസ്. അല്ലാഹുവിനെ മാത്രം ഞാൻ സ്ഥിരപ്പെടുത്തുന്നു. ഇതാണ് പക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ഉലമാക്കൾ പറഞ്ഞു, കലിമത്ത് തൗഹീദ് പറയുന്ന ഒരാളുടെ ഖൽബില് ഇഅ്തിമാദായിക്കൊണ്ട്, ഇഅ്തിമാദ് മീൻസ് ആശ്രയമായിക്കൊണ്ട് വസ്തുക്കൾ എന്തെങ്കിലും കടന്നുകൂടിയാൽ അവന്റെ കരാറ് പൊളിയും. നമ്മളെ വാഹനം, നമ്മുടെ വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കള്, മൊബൈല് എത്ര ശ്രദ്ധിക്കും? വീഴാതെ, പോറൽ വരാതെ, സ്ക്രാച്ച് വരാതെ, പൊട്ടിപ്പോവാതെ. എന്തുകൊണ്ടാ? അതിന്റെ വില നമുക്ക് അറിയുന്നോണ്ടാണ് നമ്മൾ അത്ര സൂക്ഷിക്കുന്നത്. കാറിന് ചെറിയൊരു പോയിന്റ് സ്ക്രാച്ച് നമ്മൾ കണ്ടാൽ നമ്മൾ സ്കാർ വരെ പോയി പോകും. കൈവിട്ടി ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ 100 മടങ്ങ് ശക്തിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട സാധനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ ഖൽബിന്റെ അസ്ബാബുകളെ ഇസ്തിഅമാല് ചെയ്യാം. ഡോക്ടറെ കാണാം, പിന്നെ ഓട് ഗർഭിണിയായാൽ ഡോക്ടറെ കൊണ്ട് ഇനി കാണിക്കാം, ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കാം, വെറുതെ മറ്റേ സിറാജുദ്ദീൻ ലത്തീഫ് ചെയ്ത പോലെ എന്ത് വേണ്ട, ഓളെ കൊല്ലാൻ നിൽക്കണ്ട, ഇതെല്ലാം ഉപയോഗിക്കാം. അസ്ബാബുകൾ ഇസ്തിഅമാല് ചെയ്യാം. പക്ഷെ ഖൽബിന്റെ ഇഅ്തിമാദത്തിലേക്ക് മാറിയാൽ കരാറ് പൊളിഞ്ഞു പോകും. അത്ര ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ അല്ലാഹുവിന്റെ അംർ ഏതാ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ഒന്നാമത്തെ അംർ. ആദ്യത്തെ നഹി ആയത്തിന്റെ ലാസ്റ്റ് ഭാഗം ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഖുർആൻ അവാമിറുകളാണ്, നവാഹികളാണ്, അഹ്കാമുകളാണ്, അഖ്ബാറുകളാണ്. അതാണ് ഖുർആന്റെ ഉള്ളടക്കം. കൽപ്പനകൾ, നിരോധനങ്ങൾ, പിന്നെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ, പിന്നെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ വിധികൾ. ഇതിൽ ആദ്യത്തെ അംർ തൗഹീദിന്റെ അംറാണ്. ഉഅ്ബുദൂ റബ്ബക്കും. ആദ്യത്തെ നഹി ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ. നിങ്ങൾ അല്ലാഹുവിനെ പകരക്കാരെ ഉണ്ടാക്കരുത്. അതിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉദ്ധരണി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു, ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ട് പറയാണ്, ഞാൻ എന്റെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന താറാവ് ബത്ത അതില്ലായിരുന്നുവെങ്കിൽ ഇന്നലെ കള്ളം കയറിയേനെ എന്നൊരുത്തം പറഞ്ഞാൽ അവൻ അല്ലാഹുവിന് പകരക്കാരനെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിൽ
നമ്മളീ കൊണ്ട് നടക്കുന്ന തൗഹീദിനെ എത്ര അരിക്കണം, എത്ര ചുട്ടെടുക്കണം, തീച്ചോയിൽ വളർത്തിട്ടെടുക്കണം, എത്ര ശ്രദ്ധിക്കണം. നമ്മുടെ അതായത് വാക്കുകളിൽ വരെ ഒരു മുവഹിദിന്റെ ഇഅ്തിമാദിനെതിരായിട്ടുള്ള വർത്താനം വന്നൂടാ, തൗഹീദിനെതിരായിട്ടുള്ള വർത്താനം വന്നൂടാ. അത്ര ശ്രദ്ധിക്കണം. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇൻഷാ അല്ലാഹു വശിഅത, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ. ഉടനെ റസൂലുള്ളാഹിയുടെ ചോദ്യം, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിന് പകരക്കാരനാക്കുകയാണോ? ഖുൽ ഇൻഷാ അല്ലാഹു സുമ്മ ശിഅത, നീ എങ്ങനെ പറയണം? അല്ലാഹു ഉദ്ദേശിച്ചാൽ, പിന്നെ നിങ്ങളും ഉദ്ദേശിച്ചാൽ, നിങ്ങൾ സംഭവം മാത്രമാണ് ഇഅ്തിമാദ് ഉണ്ടായിക്കൂടാ. അത്ര ശ്രദ്ധിക്കണം. അതിനെന്ത് വേണം? 2 റുക്നുകൾ കൃത്യമായി അറിയണം. ആ റുക്കിൻ പൂർത്തിയാവാനുള്ള ശുറൂത്തുകൾ, നിബന്ധനകൾ പാലിക്കണം. നിബന്ധനകൾ എത്രയുണ്ട്? 7. അൽ-ഇൽമു വൽ-യഖീനു വൽ-ഖബൂലു വൽ-ഇൻഖിയാദു ഫദ്രി മാ അഖൂലു. 4. الصدق والإخلاص والمحبة وفقك الله لما أحبه. علم يقين. العلم واليقين ഇത് വണ്ണത്തിന് എഴുതി പോലായിപ്പോയല്ല. القبول الانقياد الصدق الإخلاص المحبة. ഈ 7 പൂർത്തിയാക്കിയവനാണ് മുവഹിദ്. അഹ്ലു ബദർ ഈ 7 ശുറൂത്തുകൾ പാലിച്ച പക്ക മുവഹിദുകളാണ്. അതായത് ബദർ യുദ്ധം എന്ന തൗഹീദിന്റെ ടെസ്റ്റിൽ 100ൽ 200 മാർക്കിന് പാസ്സായ പക്ക മുവഹിദുകൾ, നിബന്ധനകൾ കൃത്യമായി പാലിച്ചവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, യാ റസൂലല്ലാഹ്, നിങ്ങളും മല കയറാൻ പറഞ്ഞ നമ്മൾ കയറും, കടലിറങ്ങാൻ പറഞ്ഞ നമ്മൾ ഇറങ്ങും, തീയിലേക്ക് പോകാൻ പറഞ്ഞ നമ്മൾ തീയിലേക്ക് പോകും. എന്ത് വേണോ നിങ്ങൾ എടുത്തോളി. നിങ്ങൾ എടുക്കുന്നതാണ് ഒഴിവാക്കുന്നതിനേക്കാൾ നമുക്കിഷ്ടം. നമ്മളെ പോലെ മദീനത്ത് ഇനിയുമുണ്ട് കുറെ ചെറുപ്പക്കാര്, വേണമെങ്കിൽ അവരും നിങ്ങളുടെ കൂടെ വരും. നമ്മൾ മരിച്ചു വീണാൽ ഇറങ്ങിക്കോളി, നമ്മുടെ ബാക്കിലുണ്ട്. കൈമൽ എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൈമൽ ആകെയുണ്ട്. ഇത് പറഞ്ഞ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അശ്റഖ വജ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ പ്രകാശിച്ചു. അതെന്തുകൊണ്ടറിയോ? 13 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നത് ഇവര് പഠിച്ചു, പാസ്സായി എന്ന് ബോധ്യപ്പെട്ടപ്പോ. ഈ പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്താലോ? തൗഹീദിന്റെ കീശയിൽ 5000 ഉറുപ്പിക ഉണ്ട്. ഇപ്പൊ നല്ല റാഹത്തുള്ള മനസ്സിന്, നല്ല സമാധാനം. ഹോട്ടലിൽ പോണ ഓരോട് കേക്ക് വേണം, ആ കേക്ക് മക്കളോട് ചോക്ലേറ്റ് വേണം, ആ വന്നോടി. ചോക്ലേറ്റ്, കേക്ക്, ഫുഡ്, അത് ജ്യൂസ് എല്ലാം ഒക്കെ 2500 1000 500 150 50 ഇതൊക്കെ നമ്മളെ മാനസികാവസ്ഥ. 50 കഴിയുമ്പോഴേക്കും പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിലെത്തിയപ്പോൾ ഇതാണ് നമ്മളുടെ അവസ്ഥ. എന്തുകൊണ്ടാണെയോ? ഇഅ്തിമാദ് പൈസയിലാണ്, അല്ലാഹുവിലല്ല. പൈസ തരേണ്ടവനാരോ അവനിൽ നിന്ന് മാറി തന്ന പൈസയിലേക്ക് ഇഅ്തിമാദ് മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ തൗഹീദ് അല്ലെങ്കിൽ കരാറ് കൃത്യമല്ല, സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലാഹുവേ, ഞാൻ അറിയാണ്ട് നിന്നോട് ശിർക്ക് ചെയ്തു പോകുന്നതിനെ തൊട്ട്. അതിനർത്ഥം ദാറത്ത് പോകുന്നല്ല. ഏത് മുജാഹിദ് ദാറത്ത് പോവാ, ഏത് മുജാഹിദ് ദർഗയിൽ പോവാ, ആരാ ഉർക്ക് കിട്ടാനും മേധസ് കിട്ടാനും പോവാ, അതല്ല. ഇപ്പറഞ്ഞ രീതിയിൽ എന്റെ തൗഹീദിനെ ബാധിക്കുന്ന ശിർക്കൻ വാക്കോ വിശ്വാസമോ വന്നു പോകുന്നതിനോട് ഞാൻ നിന്നോട് കാവൽ തേടും. അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇതാരാ പറയുന്നത്? തൗഹീദിന്റെ രാജാവ്, തൗഹീദിന്റെ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചു.
പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു കടുകുമണി ശിർക്കിന്റെ ഒരു കാറ്റ് അതുണ്ടാവില്ല. എന്നിട്ടും ദുആ ചെയ്തു. നമ്മൾ എത്ര പറയണം? അഖീദ അത്ര കണിശമാണ്. അതിൽ 7 ഷർത്തുകളിൽ എത്ര നമ്മൾ പറഞ്ഞു നോക്കട്ടെ. ഉള്ളവണ്ണയിലെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. 5 പറഞ്ഞു. ഞാൻ ലാസ്റ്റത്തെ ക്ലാസ് കേട്ടിട്ട് ഇനി കൊണ്ടുവന്നിനി 5 പറഞ്ഞു. ഇനി അസ്ദിഖു വൽ മഹബ്ബ, അൽ ഇഖ്ലാസ് വൽ മഹബ്ബ. അൽ മഹബ്ബ അതാണ് നിബന്ധനകളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഷർത്ത്. സ്നേഹം, മഹബ്ബ. അത് അല്ലാഹുവിനോടായിരിക്കൽ. വമഹബ്ബത്തുല്ലാഹി തആല ലിൽ അബ്ദി ഇൻആമുഹു അലൈഹി. അല്ലാഹുവിന് അടിമയോട് ഇങ്ങോട്ടും മഹബ്ബത്തുണ്ട്, അടിമക്ക് അങ്ങോട്ട് മഹബ്ബത്തുണ്ടായേ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് ഇങ്ങോട്ട് അടിമയോടുള്ള മുഹബ്ബത്തിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഭൂമിയിൽ 2 കാലം കൊണ്ട് നടക്കുന്നതന്നെ. നമ്മളിപ്പം നെഞ്ചും പിരിച്ച് നടക്കുന്നുണ്ടല്ലോ. അഥവാ അവന്റെ മഹബ്ബത്തില്ലെങ്കിൽ, ദേഷ്യമാണെങ്കിൽ നമ്മളെ കടത്തിക്കളയേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു, അല്ലേ? സത്യം പറഞ്ഞാൽ അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരട്ടെ. ഇല്ലാ മൻ ശാ അല്ലാഹ്. എല്ലാവരും നമ്മൾ ആക്ഷേപിക്കൂല. കൂട്ടത്തിൽ ചിലരുണ്ടാകും സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർ ഉണ്ടാവും. അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹ്ക്ക് ഇങ്ങോട്ടുള്ള മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇൻആമുഹു ലിഅബ്ദിഹി, അവൻ അവന്റെ അടിമക്ക് ഇങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന ഈ അനുഗ്രഹങ്ങൾ തന്നെ. അതിൽ പ്രധാനപ്പെട്ട നിഅമ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. സ്വന്തം നഫ്സ് നോക്കിയാൽ മതി അള്ളാഹുവിന്റെ മുഹബ്ബത്ത് അറിയാണ്ട് വന്നു. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ സംസാരം, നമ്മുടെ നാവ്, നമ്മുടെ പല്ലുകള്, കൈകാലുകൾ, നമ്മുടെ തോല്, രോമങ്ങൾ, എല്ലാത്തിലും കൺപീലികളിൽ വരെ ഉടമസ്ഥനായ റബ്ബിന്റെ അജായിബുകളുണ്ട്. ആ ഇൻആമാണ് അല്ലാഹ്ക്ക് ഇങ്ങോട്ട് അടിമയോടുള്ള മുഹബ്ബത്തിന്റെ ഭാഗം. വമഹബ്ബത്തുൽ അബ്ദി ലഹു, അടിമക്ക് അല്ലാഹുവോട് അങ്ങോട്ടുണ്ടായിരിക്കേണ്ട സ്നേഹം എന്ന് പറഞ്ഞാൽ തലബുസ്സുൽഫ ഇലൈഹി, അവൻ ഇങ്ങോട്ട് ചെയ്തു തന്ന നിഅമത്തുകളെ നിഅമത്തായി കാണാൻ സാധിക്കലും ആ കരുണ വെച്ച് അവളിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. എപ്പോഴാണ് മുൻഇമിന്റെ, ഇങ്ങോട്ട് അനുഗ്രഹം ചെയ്യുന്നവന്റെ അനുഗ്രഹത്തിന് വിലയുണ്ടാവുക? അവൻ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് എന്ന് നമുക്ക് ബോധ്യം വരുമ്പോ, ഇത് എന്നെ കൊണ്ട് പറ്റിയതാണ്, ഇത് ഞാൻ ചെയ്തതാണ്, എന്റെ ഖുവത്താണ്, എന്റെ ഖുദ്റത്താണ്, ഇവനൊരിക്കലും അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ മുഹബ്ബത്ത് ഇവന്റെ ഖൽബിൽ വരികയില്ല. അതിനെപ്പറ്റി സമൂദിനെ പറ്റി അള്ളാഹു പറഞ്ഞ പോലെ അവർ ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ആരുണ്ട് നമ്മളെക്കാളും ശക്തിയുള്ളവർ? മറുപടി എന്താ പറഞ്ഞറിയോ? ഖുലില്ലദീ ഫതറകും അവ്വല മറ. കൊല്ലബിയെ നിങ്ങൾ പറയൂ, അല്ലദീ ഫതറകും, മുൻമാതൃകയില്ലാതെ നിങ്ങളെ ഉണ്ടാക്കിയവനാരാണോ അവനാണ് നിങ്ങളെക്കാളും വലിയ ഖുവ്വത്തുള്ളവൻ. ആദ്യ സമൂഹം ഈ ധിക്കാരത്തിന്റെ ചോദ്യം ചോദിക്കാനുള്ള കാരണം, ആ ഖുവ്വത്തുള്ളവൻ ഇങ്ങോട്ട് തന്ന നിഅമത്താണ് നമ്മുടെ ഖുവ്വത്ത് എന്നവർക്ക് ബോധ്യപ്പെട്ടില്ല. അവർ അവരുടേതായിട്ട് കണ്ടു. ഖാറൂൻ ആരായിരുന്നു? കാന മിൻ ഖൗമി മൂസ, മൂസ നബിയുടെ കുടുംബക്കാരനാണ്, കോടീശ്വരനാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത് റിസ്ഖിൽ അല്ലാഹു ബർക്കത്ത് കൊടുത്തതാണ്. മൂസ നബി ആ പൈസന്റെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു, ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ സ്വത്ത് ഞാൻ ഉണ്ടാക്കിയത്, എന്റെ ഇൽമനുസരിച്ച്, എന്റെ അറിവും എന്റെ കഴിവും എന്റെ ബുദ്ധിയും ഞാൻ ഉണ്ടാക്കിയതാണ്. അത് എത്ര ആർക്ക് എപ്പോ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവനും ഞാനാണ്. അല്ലാഹു എന്ത് ചെയ്തു? ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ അർദ്, ഭൂമി പിളർന്നു, അവനും അവന്റെ വീട് സഹിതം ഭൂമിക്കടിയിലേക്ക് പോയി. അല്ലാഹു ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ഖാറൂനെ മനസ്സിലായില്ല? മുൻഇമിനെ മനസ്സിലാക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ അടിമകള് നമ്മുടെ ശരീരത്തിൽ, വഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കുന്നില്ലേ? നോക്കിയ
നോക്കിയാൽ മുൻഇമായ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആ റബ്ബിനോടായി മാറുകയും ചെയ്യും. പക്ഷെ നമുക്കതില്ല. നമ്മളിപ്പോഴും നമ്മളിലേക്കാണ് കാര്യങ്ങൾ ചുരുക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, എന്റെ കാര്യം നീ എന്നിലേക്ക് ഒരു കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും ഏൽപ്പിക്കരുത്. എനിക്ക് കഴിയില്ല. അത് മഹബ്ബത്തുള്ള അടിമയ്ക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ നിഅമത്തുകൾ തരുന്ന മുൻഇമിനെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹുവിനോട് ആ അടിമക്ക് മുഹബ്ബത്തുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അലാമ, ദലീൽ, അള്ളാഹുവിനേക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ, കണ്ണുകളെ ഹറാമിലേക്ക് കൊണ്ടുപോയില്ല. തന്നവനെ തിരിച്ചറിഞ്ഞവൻ കണ്ണിനെ ഹറാമിലേക്ക്. കാരണം തന്നവൻ പറഞ്ഞിട്ടുണ്ട് ഇത് നോക്കരുത്. മുഹബ്ബത്തുള്ളവൻ നോക്കൂല. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്തായിരിക്കും? ഉപ്പാന് ഇഷ്ടമില്ലാത്ത മോൻ, ഉമ്മാന് ഇഷ്ടമില്ലാത്ത മോൻ. തന്ന റബ്ബ് പറഞ്ഞു നാവ് കൊണ്ട് ഗീബത്ത് പറയരുത്. മുഹിബ് ഗീബത്ത് പറയൂല. മുഹിബായ അബ്ദ് ചെവി കൊണ്ട് ഹറാം കേൾക്കൂല. മുഹിബായ അബ്ദ് സമ്പത്ത് ഹറാമിൽ നിന്ന് സമ്പാദിക്കൂല, ഹറാമിൽ ചെലവാക്കൂല. കാരണം തന്നവരെ അറിയാം, അവനോട് മുഹബ്ബത്ത് ഉണ്ടാവും. അപ്പൊ പറഞ്ഞത് അനുസരിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ ലഉംരി ഫിൽ ഖിയാസ് ബദീഉ ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. തഅസിൽ ഇലാഹ, നീ ഇലാഹായ അല്ലാഹുവിനെ എതിര് കാണിക്കുന്നു. വഅൻത തുദ്ഹിറു ഹുബ്ബഹു, പക്ഷെ നീ പറയുന്നതാണെങ്കിലോ എനിക്ക് എന്റെ റബ്ബിനോട് ഇഷ്ടമാണ് എന്ന്, പക്ഷെ കാണിക്കുന്നത് എതിരും. ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കവി പറയാ, നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ അവനെ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. സ്നേഹം എന്ന് പറഞ്ഞാൽ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ അനുസരിക്കുന്നതിന് പറയുന്ന പേരാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. ഇമാം അർ-റാഗിബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അൽ മഹബ്ബ, സ്നേഹം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മൈലുൻ നഫ്സി ഇലാ മാ തറാഹു വതദുന്നുഹു ഖൈറാ. നമ്മുടെ നഫ്സ് നല്ലതായി കാണുകയും എനിക്ക് ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യുമെന്ന് കാണുന്ന കാര്യത്തിലേക്ക് ചായുക. ആ ചായവിന് പറയുന്ന പേരാണ് മഹബ്ബ. നമ്മുടെ ഇതിനെ ഇഷ്ടപ്പെടുക. നമ്മൾ ആരെ ഇഷ്ടപ്പെടുക? ഉപദ്രവിക്കുന്ന ആൾ ഒരിക്കലും ഇഷ്ടപ്പെടൂല. നമ്മളെ ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, നല്ല വാക്ക് പറയുന്ന, കൂടെ കൂടുന്ന ആളെ മാത്രമേ നമ്മളെ സ്നേഹിക്കുള്ളൂ. അങ്ങനെ നമ്മളെ കൂടെ കൂടുന്ന ആളായി ആരെ കാണാൻ പറ്റണം? അള്ളാഹുവിനെ കാണാൻ പറ്റണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അന ഇൻദ ظن عبدي ബി. എന്താർത്ഥം? എന്റെ അടിമ എന്നെ എങ്ങനെ വിചാരിക്കുമോ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക. മുഹബ്ബത്ത് രണ്ട് തരത്തിലുണ്ട്. അതിലൊന്ന് തബീഇയാണ്, അതായത് പ്രകൃതിപരമായി മനുഷ്യർക്ക് ഉണ്ടാവുന്ന, അത് മനുഷ്യർക്കുണ്ടാവും, ജീവജാലങ്ങൾക്കുണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. നമ്മുടെ ആടും പശു പോത്തൊക്കെ നമ്മൾ സ്നേഹിക്കുന്നില്ല, പട്ടികൾ സ്നേഹിക്കുന്നില്ലേ? മനുഷ്യന്മാർക്ക് പ്രകൃതിയ മനസ്സിലുണ്ടാവുന്ന. ഇപ്പൊ നമ്മൾക്ക് ഉമ്മാനെ സ്നേഹിക്കാൻ ആരെങ്കിലും പറഞ്ഞു തരണം. കല്യാണം കഴിക്കുന്ന ഒരാള് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മോളും ഒരുമിച്ച് കൂടുക ആണോ? പണ്ട്, ഇപ്പൊ അല്ല, പണ്ട്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നിക്കാഹിന്റെ 2 കൊല്ലം മുമ്പേ ഒരുമിച്ചായിട്ട് പിന്നെയാണെന്ത് ഒരു പേരിന് പേപ്പറിൽ ഒപ്പിടുന്ന പള്ളിയിലോ. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. പക്ഷെ എന്തൊരു മുഹബ്ബത്താണ്! ഇതുവരെ കാണാത്ത, ഇതുവരെ അറിയാത്ത 2 ആളുകൾ അള്ളാന്റെ പേര് പറഞ്ഞ് ഈ വാക്ക് പറയുമ്പോഴേക്കും പിന്നെ സ്വന്തം ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ മുഹബ്ബ. അത് തബീഇയാണ്. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയോട് നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അത് തബഅൻ പ്രകൃതിപരമായി ഉണ്ടാവുന്ന ഒരു മുഹബ്ബത്ത്. അത് മനുഷ്യർക്കുണ്ടാവും, ജീവികൾക്കുണ്ടാവും. പൂച്ചക്ക് മീൻ കൊടുത്തു നോക്കി വന്നിട്ട് കാലുമ്പ തട്ടി നിൽക്കും. നായിയോ ഇതിനേക്കാൾ സ്നേഹമുള്ള ജീവി ദുനിയാവിൽ വേറെ ഇല്ല. 2 ബിസ്ക്കറ്റ് വടക്കേരിയിൽ എന്റെ പണ്ടിനടുത്ത് ഒരു നായുണ്ട്.
നമ്മളാളായിപ്പോ ഫുഡ് വേസ്റ്റ് വന്ന് അതിന് കൊടുക്കും. രാത്രി 2 മണിക്കുള്ള ചിലപ്പോ ഞാൻ അവിടെ എത്തുക. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവൻ കുറവുള്ളൂ. നമ്മൾ പുറത്തിറങ്ങിയാൽ ആ കാണ മനസ്സിലായി, പിന്നെ കുറക്കൂല, അങ്ങനെ കിടക്കും. എന്തോ ഒരു മഹബത്താണ്. അത് ത്വബീഇയായിട്ട് പ്രകൃതിപരമായി അല്ലാഹു ഓരോരുത്തർക്ക് കൊടുത്തതാണ്. പക്ഷേ രണ്ടാമത്തേത് ഇഖ്തിയാരിയ. ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാ ഉണ്ടാവുന്നതല്ല, മറിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന മുഹബ്ബത്ത. അതാണ് അടിമക്ക് അല്ലാഹുവിനോട് ആവശ്യം. എങ്ങനെ? കാരണം അറിയോ, പ്രകൃതിയാവുള്ള സ്നേഹത്തിന് വിലയില്ല, മറിച്ച് ആരെ സ്നേഹിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടുവോ അവനെ കുറിച്ച് അറിഞ്ഞ്, അവനെ പറ്റി കേട്ട്, അവനെ പറ്റി പഠിച്ച്, അവനെ പറ്റി മനസ്സിലാക്കി, അവന്റെ ഒരു ഖദർ മനസ്സിൽ ഉണ്ടാക്കിയിട്ട് വരുന്ന ആദരവോടുകൂടിയ മഹബ്ബ, ഇതാണ് അടിമക്ക് അല്ലാഹുവിനോട് ആവശ്യം. അതവൻ അറിഞ്ഞാലേ കിട്ടുള്ളൂ, അല്ലാഹുവിനെ അറിയാണ്ട് കിട്ടൂല. അല്ലാഹു എന്തെന്നുള്ള മഅരിഫത്ത് കിട്ടാതെ ആ മുഹബ്ബത്ത് ഖൽബിൽ വരൂല. വന്നവൻ വലിയാണ്. അല്ലാഹുവിനെ ശരിക്കും മഹബ്ബത്ത് വന്നവൻ വലിയാണ്. കറാഹത്ത് പോലും ഓന്റെ ജീവിതത്തിലുള്ള. കാരണം എന്റെ റബ്ബിന് ഇഷ്ടമല്ല, എന്റെ അല്ലാഹുക്ക് ഇഷ്ടമല്ല. ഒരു മോശമായ വാക്ക് പോലും ആരും പറയും, കാരണം എന്റെ അല്ലാഹുക്ക് ഇഷ്ടമല്ല. അതാണ് ഏറ്റവും വലിയ മഹബ്ബ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അൽ മഹബ്ബ, മറ്റൊരു താരീഫ്, വേറെ നിർവചനം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇതുമേ മനസ്സിലാവും. അൽ മൈലു ഇലാ മാ യുവാഫിഖുൽ മുഹബ്ബു, സ്നേഹിക്കപ്പെടുന്ന ആളുടെ ഇഷ്ടം എന്താണോ അതിലേക്ക് ഉണ്ടാവുന്ന ചായവ്. ചില ഭാര്യമാർക്ക് എന്തിഷ്ടമുണ്ടാവില്ല, മീൻകറി ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ മാപ്പിളക്കോ അതായിരിക്കും ഏറ്റവും വലിയ ഇഷ്ടം. കോഴിക്കോട് പറ്റി സാധാരണ പറയുന്നത് ഉച്ചക്ക് മീനില്ലാണ്ട് ചോറയ്ക്കില്ല. സത്യമാണോന്ന് അറിയില്ല. ചില മാപ്പന്മാർക്ക് ചോറ് ഇവക്കാണെങ്കിൽ ഇഷ്ടമല്ല. പക്ഷെ ഇഷ്ടമല്ലെങ്കിലും ഇവളെന്ത് ചെയ്യും? മീൻകറി ഉണ്ടാക്കും. അതാണ് മുഹബ്ബ. സ്നേഹിക്കപ്പെടുന്നവന്റെ ആഗ്രഹത്തിലേക്ക് നമുക്കുണ്ടാവുന്ന ചായവ്, അതാണ് ശരിക്കുള്ള മുഹബ്ബ. അപ്പൊ ഇതൊരു അടിമക്കുണ്ടെങ്കിൽ നമുക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും, നമുക്ക് പല താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ മുഹിബ്ബാണെങ്കിൽ എന്റെ ഇഷ്ടങ്ങളോ എന്റെ താല്പര്യങ്ങളോ എനിക്ക് വിലപിടിപ്പുള്ളതായിരിക്കൂല. എന്റെ അള്ളാന്റെ ഇഷ്ടവും താല്പര്യവുമായിരിക്കും എനിക്ക് ഏറ്റവും വലിയ വിഷയം. ഇവിടെ നമ്മൾ തോറ്റുപോകുന്ന പല ആൾക്കാർ. ഇവിടെയാണ് നമ്മള് ന്യായീകരണങ്ങള്, കാരണങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് നമുക്കാക്കാൻ വേണ്ടി ശ്രമിക്കുക. മുഹിബ്ബത് ചെയ്യൂല. മുഹിബ്ബിനോട് സൂറത്തുൽ ബഖറയിൽ ആയത്ത് വന്നു. സുബ്ഹാനല്ലാഹ്. സഹാബക്കൾ ഈ പറയുന്നുണ്ടല്ലോ, അത് പച്ചക്ക് ജീവിച്ചവരാണ് സഹാബക്കൾ. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. എന്താർത്ഥം? ആരുണ്ട് അല്ലാഹുവിന് നല്ല കടം കൊടുക്കാൻ, തിരിച്ച് അല്ലാഹു അതിനേക്കാളും അധികം തരും. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഓടി വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു കടം ചോദിക്കുന്നുണ്ടോ? കാരണം അല്ലാഹുവിനെ ശരിക്കറിയാം. അബൂ ദഹ്ദാഹിന് ആ ഉസ്താദിന്റെ നാവെന്ന് കേട്ട് പഠിച്ചതാ. ആ കടം ചോദിക്കുന്നുണ്ട്, പകരം അല്ലാഹു സ്വർഗം തരും. എങ്കിൽ ഞാനിതാ എന്റെ തോട്ടം അല്ലാഹുക്ക് കടം തന്നിരിക്കുന്നു. ഉലമാക്കൾ പറഞ്ഞു 400 അല്ലെങ്കിൽ 300 ഈത്തപ്പഴങ്ങൾ ഉള്ള തോട്ടമാണ് അബൂ ദഹ്ദാഹ് അസമയത്ത് അല്ലാഹുവിന് കടം കൊടുത്തത്. വിഷയം അവിടെ അല്ല. അങ്ങനെ അബൂ ദഹ്ദാഹ് അല്ലാഹുക്ക് കടം കൊടുത്തിട്ട് പോവാണ് തോട്ടത്തിലേക്ക്. തോട്ടത്തിലാണ് ഭാര്യ മക്കളൊക്കെ ഷെഡിൽ താമസം. അബൂ ദഹ്ദാഹ് തോട്ടത്തിന്റെ വേലിക്ക് പുറത്തു നിന്നിട്ട് വിളിക്കുകയാണ്, യാ ഉമ്മ ദഹ്ദാഹ്. ഭാര്യ വിളിച്ചു, ഖദ് ഖറൻതു ലില്ലാഹ്, ഞാൻ ഈ തോട്ടം അല്ലാഹുവിന് കടം കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മക്കളെയും കൂട്ടി സാധനത്തിൽ ഇറങ്ങിക്കോടെ. നമ്മുടെ ഓണം എന്താ പറയാ, ഇയാൾക്ക് കൊടുത്തൊന്നും പോലെ. അപ്പുറത്തെ അന്വേഷണം അത് വള്ളിക്ക് കൊടുത്ത്, ഇപ്പുറം കൊടുത്ത സാധനം അതും മദ്രസ കൊടുത്ത്, ഇനി ഇല്ല ഇതും കൂടി കൊടുക്കല. ഉമ്മു ദഹ്ദാഹ് പറഞ്ഞു, ഓഹോ ഭയങ്കര ലാഭമുള്ള കച്ചവടമാണ് ചെയ്തത്. ഇത് പറഞ്ഞിട്ട് മക്കളെയും കൂട്ടി ചട്ടി കൊടുക്കെടുത്തിട്ട് പുറത്തേക്ക്. എന്തുകൊണ്ടെന്നറിയോ? ഇവർക്ക് ഈ സാധനമുണ്ട്. ഇവരുടെ ഇഷ്ടങ്ങളെക്കാൾ, ഇവരുടെ താല്പര്യങ്ങളെക്കാൾ അവർക്ക് വിഷയം അള്ളാന്റെ ഇഷ്ടവും അള്ളാന്റെ താല്പര്യവുമാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അൽ മൈലു ഇലാ മാ യുവാഫിഖുൽ മുഹബ്ബ്, സ്നേഹിക്കപ്പെടുന്നവൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് ഉണ്ടാവുന്ന ചായ്വിനാണ് മുഹബ്ബത്ത് എന്ന് പറയുക. അത് ചിലപ്പോ പല കാരണമുണ്ടാവാം. ഒന്നുകിൽ
ബിഹവാസിഹി, സ്നേഹിക്കപ്പെടുന്നവന് ബാഹ്യമായി നമ്മൾ കാണുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും, സൗന്ദര്യമുള്ള ആൾക്കാരല്ലേ സ്നേഹിക്കപ്പെടുക സാധാരണ. പിന്നെ നമുക്കിഷ്ടപ്പെടുന്ന നടന്മാര് നടിമാര് ഉണ്ടാ. നമ്മുടെ ബോച്ചയില്ലേ കാസർഗോഡ്, ഓന്റെ ഷോപ്പ് തുടങ്ങി ഇന്നലെ, ഫുള്ള് മുസ്ലിം പെണ്ണുങ്ങൾ. ജ്വല്ലറി ഉദ്ഘാടനത്തിന് പർദ്ദയിൽ ഇട്ടിട്ട് ഓടുന്ന് വരുന്ന് ചാടുന്നു. ഈ സിനിമ നടിയും പിന്നെ മറ്റേ ചായവാല, ഒരു ഫേമസ് ചായവാലല്ലേ, മോനെ കൊണ്ടുപോകും. ഈ ചെങ്ങയാണെങ്കിൽ അങ്ങനത്തെ ഓരോ നേരം കൊണ്ടുപോരാ ആളെ കൂട്ടാൻ, ഫുള്ള് അമ്മറട്ടി. ഇതൊക്കെ എന്തിനാ തെളിയിക്കുന്നതറിയോ? ഇതിൻ്റെ ഉള്ളിലുള്ള മഹബത്ത്. ഇത് അല്ലാഹുവിലേക്ക് ചായാതെ, ഇത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് പോവാതെ ഈ ഉമ്മത്ത് ഒരിക്കലും നന്നാവില്ല. അത് അടിവരയിട്ട് എഴുതി വെച്ചോ. നമ്മുടെ കാബന്റെ വാതിന് പിടിച്ചിട്ട് മണിക്കൂറുകളോളം ദുആ ചെയ്താലും ഇവർ രണ്ടും അല്ലാഹു റസൂലും ഇതിൻ്റെ ഉള്ളിൽ കയറാതെ ഒരു സഹായം പ്രതീക്ഷിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. വഖഫ് നിയമ ഭേദഗതി പാസ്സായപ്പം ആൾക്കാരൊക്കെ കറുത്തരിപ്പണൊക്കെ ഇട്ടിട്ട്, ഏത് സലഫികളുണ്ട്, ഖുറാഫികളുണ്ട്, ഊരുകളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, തബ്ലീഗുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടേക്ക് നമ്മുടെ വേണ്ടിയിട്ട് വന്നു നോട്ടീസ് ഇങ്ങനെ കറുത്ത് ഇട്ടിട്ട്. ഞാൻ പറഞ്ഞു കിട്ടോ, പ്രശ്നമൊന്നുമില്ല, അസ്ബാബാണ്, ദുനിയാവിയ സെറ്റപ്പാണ്. നിങ്ങൾ എത്ര കറുത്തരിപ്പണിട്ടാൽ, ഞാൻ പറഞ്ഞു മെമ്പർപ്പം തന്നെ പറഞ്ഞു, കറുത്ത കുപ്പായും കറുത്ത പേന്റും കറുത്ത തൊപ്പിയിട്ടിട്ട് എല്ലായിടത്തും കൂടിയാലും അള്ളാഹു അനുകൂലമാകാൻ പോകുന്നില്ല. അള്ളാഹു എല്ലാം അനുകൂലമാക്കി തരേണ്ടത്. അനുകൂലമാകണമെങ്കിൽ ഏറ്റവും ആദ്യം ഈ പറയപ്പെട്ട എല്ലാവരും കൂടി ചേർന്നിട്ടൊരു കാര്യത്തിൽ തീരുമാനത്തിലെത്തണം. ഏതാ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. ഇവിടുത്തെ ജാറങ്ങള്, ദർഗകള്, തങ്ങന്മാര്, ബാബുമാര് ഇതെല്ലാം തകർക്കണം. എന്നിട്ട് കൈവക്കിയാൽ വരും. കറുത്തൊരു പങ്കിട്ടിട്ട് എല്ലാവരും കൂടി ഒരു കാര്യമില്ല. അതൊന്നും അതിന്റെ അപ്പുറത്ത് പോവില്ല. അതൊക്കെ ആൾക്കാരെങ്ങനെ പീഡിപ്പിക്കാം, ഉറപ്പിക്കാം, വികാരം കൊള്ളിക്കാന്നല്ലാതെ ആകാശത്തിലെത്തൂല. ഇതിൻ്റെ ഉള്ളിൽ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും കയറാതെ ഉമ്മത്തിന് രക്ഷയില്ല. ഫോട്ടിപ്പ നമ്മൾ ആഗ്രഹിക്കുന്നത് ദർഗെല്ലാം പോയി തൗഹീദിന്റെ നാടായി മാറിയാൽ പിന്നെ ഒരുത്തം തൊടുവില്ല. എന്താ വിചാരിക്കുന്നത്? ഈ ദർഗയിലുള്ളത് നമ്മുടെ നാശം. ഈ ഇന്ത്യ രാജ്യത്തെ 100 മുസ്ലിമീങ്ങളിൽ 99 എണ്ണവും ദർഗന്റെ ആളാണ്. ആകാശമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല. ആകെയുള്ള 2% സെൽഫികൾ അന്നാണ് വിളിക്കുന്ന ആൾക്കാർ. അതെല്ലാം പോട്ടെ, അമിത്ഷാവാണെങ്കിൽ കുടുംബത്തിന് കൊടുത്തോട്ടെ, മോഡി കുറച്ച് കൊണ്ടുപോയിക്കോട്ടെ, അവരെന്തെങ്കിലും ആക്കിക്കോട്ടെ. എന്നിട്ട് എന്ത് വരണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ്. അപ്പൊ കാണാം ആകാശത്തിന്റെ വാതിൽ തുറക്കുന്നത്. അന്നേരം അറിയാം എന്താണ് അവന്റെ നടപടിയും ഇടപെടലും എന്ന്. വരണമെങ്കിൽ തൗഹീദ് ക്ലിയർ ആവണം, അല്ലാണ്ട് വരൂല്ല. സഹാബത്തിന് കിട്ടിയില്ല, 13 കൊല്ലം കിട്ടിയില്ലല്ലോ. 13 കൊല്ലം എന്തൊക്കെ അനുഭവിച്ചവര് ക്ലിയർ ആയി കണ്ടപ്പോ ഇതാ വരുന്നു. പിന്നെ മുബിന്തുക്കും ആദ്യം 1000, പിന്നെ വന്നത് 3000, പിന്നെ 5000. അതിന്റെ മുകളിൽ നിന്ന് വന്ന് ചില സഹാബാക്കൾ പറഞ്ഞു അവരുടെ ശിഷ്യന്മാരോട്. അദ്ദേഹം പറയാണ്, അന്ന് അദ്ദേഹം അന്ധനാണ്, പേര് ഞാൻ പറഞ്ഞു, എന്റെ കൂടെ എന്റെ കാഴ്ച ഇന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബദറിൽ കൊണ്ടുപോയി ജിബ്രീൽ വന്ന ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു. 13 കൊല്ലം കൈറ്റാക്കി കൊടുത്ത്, എന്നുവെച്ചാൽ 13 കൊല്ലം വരെ ക്ലിയർ ആവാനുണ്ട്. ക്ലിയർ ആയി വന്നു. ഇന്ത്യ രാജ്യത്ത് ക്ലിയർ ആവട്ടെ, അപ്പൊ തുറക്കപ്പെടും. അന്ന് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. തൗഹീദ് ഇല്ലാതെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഒരു ഹവാസിലായിരിക്കും ചിലപ്പോ ഈ മുഹബത്ത് നമുക്ക് വരിക. സ്നേഹിക്കപ്പെടുന്നവരുടെ സ്വഭാവത്തിലോ അവരുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ അവരുടെ എന്തെങ്കിലും ഈ കായിക രീതിയിലുള്ള എന്തെങ്കിലും കാര്യത്തിലോ, അല്ലെങ്കിൽ അവർ നമുക്ക് ചെയ്യുന്ന നന്മകൾ കൊണ്ടായിരിക്കും മുഹബത്ത് ഉണ്ടാവുക. അല്ലേ? ഇതിലിപ്പോ അള്ളാഹിനോട് നമുക്ക് ഉണ്ടാവേണ്ടത്, നമ്മൾ അള്ളാഹിനെ കണ്ടിട്ടില്ല, അള്ളാഹിന്റെ നാട്ടിൽ നമുക്കറിയില്ല, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് അവന്റെ ഇഹ്സാനാണ്. അതെന്റെ റബ്ബിന്റെ നാടെന്ന് തിരിച്ചറിയുമ്പോ മുഹിബായിക്കോളും. അറിയണം, അതാണ് കലിമത്തിന്റെ 6ാമത്തെ നിബന്ധന. അങ്ങനെ അറിഞ്ഞ്
അവനെ സ്നേഹിക്കുന്നവനായിക്കൊണ്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 165-ാമത്തെ ആയത്ത്, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ക്ലിയർ ആയിട്ട് പറഞ്ഞു. വമിനൻ നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹു പുറമേ, അല്ലാഹു വിട്ടിട്ടല്ല കേട്ടോ, അല്ലാഹനെ വിട്ടിട്ടുള്ള ആൾക്കാർ വളരെ തുച്ഛം മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാഹനെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് പുറമെ ചില പങ്കാളികളെ സ്വീകരിച്ചവർ. എന്നിട്ടോ യുഹിബ്ബൂനഹും, അവർ അവരെ ഇഷ്ടപ്പെടുന്നു, കഹുബ്ബില്ലാഹ്, അല്ലാഹനെ ഇഷ്ടപ്പെടുന്ന പോലെ. വല്ലദീന ആമനു, എന്നാൽ ഈമാനുള്ളവൻ, മുവഹിദാരാണ്, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹനോട് ശക്തമായ മഹബ്ബത്തുള്ളവനായിരിക്കും. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞൊരു വാക്ക് വളരെ മനോഹരമാണ്. അദ്ദേഹം പറഞ്ഞു, അഥവാ വലിഹുബ്ബിഹിം ലില്ലാഹി, ഈ അടിമകൾക്ക് അല്ലാഹുവോടുള്ള സ്നേഹം കാരണത്താലും വതമാമി മഅരിഫതിഹിം ബിഹി, ഈ അടിമകൾ അല്ലാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞ കാരണത്താലും. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ ഒന്നെന്ത് പറഞ്ഞു, ഷർത്തിൽ ഒന്നെന്താ, അൽ ഇൽം, അറിയലാണ്. അപ്പൊ അറിയേണ്ട പോലെ അറിഞ്ഞ കാരണത്താലും വതൗഖീരിഹിം, ആ അറിഞ്ഞ കാരണത്താൽ അടിമക്ക് അവനോടുണ്ടാവുന്ന ആദരവിന്റെ കാരണത്താലും വതൗഹീദിഹിം, അവൻ ഏകനാണ് എന്ന് ഉറപ്പിച്ച കാരണത്താലും മുഹബ്ബത്തുള്ള ഒരു അടിമ ലാ യുശ്രികൂന ബിഹി ശൈഅ, ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവൻ ആവില്ല. അപ്പൊ ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ, ഒരു മുഹബ്ബത്തില്ല, അറിയേണ്ട പോലെ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, അവൻ അള്ളാഹുവിനെ ആദരിക്കുന്നില്ല, അള്ളാഹുവിനെ തൗഹീദ് ചെയ്യുന്നുമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമിൽപ്പെട്ടവനും അല്ല. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അഖ്ബറ തആല, അല്ലാഹു അറിയിച്ചു, അന്ന മൻ അഹബ്ബ മിൻ ദൂനില്ലാഹി ശൈഅൻ, ഒരാള് അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ഒന്നിനെ ഇഷ്ടപ്പെട്ടാൽ, കമാ യുഹിബ്ബുല്ലാഹ തആല, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ, ഫഹുവ അവൻ മിമ്മൻ ഇത്തഖദ മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹുവിന് പുറമെ പങ്കാളിയെ സ്വീകരിച്ചവനെ പോലെയാണ്. അല്ലാഹു അല്ലാത്തൊരുത്തന് അല്ലാഹനെ ഇഷ്ടപ്പെടും പോലെ ഇഷ്ടപ്പെട്ടാൽ അവൻ അല്ലാഹുവിന് പകരക്കാരനെ ഉണ്ടാക്കിയിരിക്കുന്നവനെ പോലെയാണ്. ഫഹാദാ നിദ്ദുൻ ഫിൽ മുഹബ്ബ, മുഹബ്ബത്തിലുള്ള പങ്കാളിത്തമാണിത്. ലാ ഫിൽ ഖൽഖി വലാ ഫിൽ റുബൂബിയ്യ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലോ റുബൂബിയ്യത്തിലോ ഉള്ള പങ്കാളിത്തമല്ല. കേട്ടോളൂ, ഫഇന്ന അഹദൻ മിൻ അഹ്ലിൽ അർദ്, കാരണം ഭൂമിയിലുള്ള ഒരാളും ലം യുസ്ബിത് ഹാദാ നിദ്ദ ഫിൽ റുബൂബിയ്യ, റുബൂബിയ്യത്തിൽ ഈ പങ്കാളിത്തം സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അതായത് ദുനിയാവിൽ മഖ്ലൂഖാത്തുകളായി വന്നിട്ടുള്ളവരിൽ ആരും അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല. അല്ലാഹു അല്ലാത്തൊരു ഖാലിഖിനെ ആരും പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റൂല. അല്ലാഹു പറഞ്ഞു, അല്ലാഹു അല്ലാത്തൊരു മാലിക്കിനെ ആരും പറഞ്ഞില്ല, അല്ലാഹു അല്ലാത്തൊരു റാസിഖിനെ ആരും പറഞ്ഞില്ല, ഒരു മുദബ്ബിറിനെ ആരും പറഞ്ഞില്ല. ഔഷാദ് പറഞ്ഞു, ഓൻ പോവും ചെയ്തു. അബൂജഹല് പോലും പറയാത്തത്, അഹ്ലു മക്ക വരെ പറയാത്തത്, ഈ ലോകത്തിന്റെ മുദബ്ബിർ സിഎം ആണെന്ന് ഈ ചങ്ങാതിമാര് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അന്നത്തെ ശിർക്കിനേക്കാൾ കടുപ്പപ്പെട്ട ശിർക്കാണ് ഇന്നുള്ളത്. അന്ന് ഉലൂഹിയ്യത്തിലേ ഉള്ളൂ, ഇന്ന് റുബൂബിയ്യത്തിലും ശിർക്ക് വന്നിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹുവിന്റെ കാലത്ത് റുബൂബിയ്യത്തിന് ഈ ശിർക്കില്ല, കാരണം ഉഷാദും പകരം ഒന്നില്ല. അന്ന് റുബൂബിയ്യത്ത് ശിർക്കില്ല. അവിടെ അദ്ദേഹം പറഞ്ഞു, റുബൂബിയ്യത്തിലുള്ള ശിർക്കല്ല മുഹബ്ബത്തിന്റെ ശിർക്ക്. ഖാലിഖായി മാലിക്കായി മുദബ്ബിറായിട്ട് അല്ലാഹുവിനെ തന്നെ കാണുന്നു, പക്ഷേ ആ അല്ലാഹുക്ക് പുറമെ അവരുണ്ടാക്കിയ പങ്കാളികളെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടും പോലെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ ഇഷ്ടം തെളിയിക്കുന്നത് അവർ അല്ലാഹുവിന് ഇഷ്ടത്തിന്റെ കാര്യത്തിൽ ഒരു പങ്കാളിയെ ഉണ്ടാക്കി എന്നതാണ്. മുഹബ്ബത്തിൽ ഒരു പങ്കാളിയെ ചേർത്താൽ കലിമത്തിന്റെ 6ാമത്തെ ഷർത്തായ മുഹബ്ബത്ത് ബാത്തിലായി, അവന്റെ ഷഹാദത്തും ബാത്തിലായി. നമുക്കാരുടെ ഇഷ്ടം?
പിന്നെ പറയണം അള്ളാഹുവിനോട്. അങ്ങനെ അള്ളാഹു ആക്കി തരട്ടെ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളെ. ഇത് ഓണാക്കില്ല. പറഞ്ഞ വാക്ക് അർത്ഥവത്തായ വാക്കാണ്. റുബൂബിയ്യത്തിലോ അല്ലാഹു ഖാലിഖാൻ എന്ന കാര്യത്തിലോ ഒന്നും അല്ല ഈ ഒരു പങ്കാളിത്തം അടിമ ഉണ്ടാക്കിയിരിക്കുന്നത്, മഹബ്ബത്തിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഈ ആയത്തില് അള്ളാഹ്ക്ക് പുറമെ ചില പങ്കാളികളെ ഉണ്ടാക്കി അള്ളാഹനെ ഇഷ്ടപ്പെടും പോലെ അവരെയും അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആക്ഷേപിക്കപ്പെട്ടത് അവർ അള്ളാഹനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പങ്കാളികളെ മാത്രം സ്നേഹിച്ച കാരണത്താലല്ല, മറിച്ച് മഹബത്തിന്റെ കാര്യത്തിൽ ഇവര് പങ്കാളിത്തം കൽപ്പിച്ചു. പങ്കാളിത്തം എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അള്ളാഹുനോട് ഉണ്ട്, അള്ളാഹിനോടും മഹബത്തുണ്ട്. പക്ഷെ അവർ അള്ളാഹ്ക്ക് പുറമെ ആക്കിയിരിക്കുന്ന ഔലിയാക്കളോടും അവർക്ക് അപ്പറഞ്ഞ അതേ മഹബത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് മുശ്രിക്കുകളായി. അപ്പൊ അള്ളാഹുവിനോടും മഹബത്തുണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അഥവാ ആ മുഅ്മിനീങ്ങള് അള്ളാഹ്ക്ക് മാത്രമേ ആ തരത്തിലുള്ള മഹബത്ത് നൽകുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ്,
അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും കോപിച്ചാൽ, അള്ളാഹ്ക്ക് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ, ആർക്കെങ്കിലും എന്തെങ്കിലും തടയുന്നെങ്കിൽ അതും അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അവൻ ഈമാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ, മുവഹ്ഹിദുകളുടെ മുന്നിൽ വിഷയം അള്ളാന്റെ ഇഷ്ടമാണ്. ആരെങ്കിലും വെറുക്കുന്നെങ്കിൽ അത് അള്ളാഹിനോട് നമുക്കുള്ള ഇഷ്ടം കാരണത്താലാണ്. ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ കാരണത്താലാണ്. നമ്മൾ ആരോടെങ്കിലുമായിട്ടൊരു ബന്ധം വിച്ഛേദിക്കുന്നെങ്കിൽ അള്ളാന്റെ പേരിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആരെങ്കിലുമായിട്ട് അടുക്കുന്നെങ്കിൽ അള്ളാന്റെ പേരിൽ അടുക്കുന്നതാണ്. അവനാണ് ഈമാനിനെ പൂർത്തിയാക്കിയവൻ. അഥവാ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സംഗതി ഒന്നും ഉണ്ടാവില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു സൂറത്തു തൗബയിൽ 24-ാമത്തെ ആയത്തിൽ. ഏതാ? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയ അല്ലാഹു ബിഅംരിഹി. മഞ്ഞ കല്യാണത്തിന് പോക്കുണ്ടോ? ഇല്ല. മാഷാ അല്ലാഹ്. പോളവണ്ണയിലെ സെൽഫികളാണ്. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. കറുത്ത കല്യാണത്തിന് പോക്കുണ്ടോ? ഒന്നുമില്ലല്ലേ? സാധാ വലീമ ഖൈർ അൽഹംദുലില്ലാ. അത് കാസർഗോഡുണ്ട്. പർദ്ദ പെണ്ണുങ്ങൾ മാത്രം, കറുത്ത പർദ്ദയിട്ടിട്ടേ എന്ന് പെണ്ണുങ്ങൾ വരാൻ പാടുള്ളൂ. അങ്ങനെ എന്നിട്ട് അറബി പാട്ടിന് അറബി ഡാൻസ് പർദ്ദയിട്ടിട്ട് എത്തും. അവിടെ തന്നെ എല്ലാം തുടങ്ങലേ. പിന്നെ കുറച്ചിങ്ങനെ വന്നോളൂ. ഉണ്ടാവാതിരിക്കട്ടെ. ഇന്നത്തെ ഭയങ്കര ഷെറിലാണ്, ഭയങ്കര ഫസാദിലാണ്. ഇവിടൊക്കെ എന്താ തെളിയിക്കുന്നതറിയോ? ഈ മഹബത്തിലുള്ള പങ്കാളിത്തമാണ്. ഇവർക്ക് ആർക്കും അള്ളാഹിനോട് ഇഷ്ടക്കേടില്ല. അവിടെ നിസ്കരിക്കുന്നുണ്ട്, ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, ബാങ്ക് കേൾക്കുമ്പോൾ തലയിൽ തച്ചോടുന്നുണ്ട്. എന്തുകൊണ്ടാ? അത് മഹബത്തുള്ളതുകൊണ്ടാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? മഹബത്തിൽ ശിർക്ക് ചെയ്തു. അഥവാ അള്ളാഹിനോടുള്ള മഹബത്ത് ഖാലിസ് ആണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതിന് പങ്കാളിത്തം ഉണ്ടാവില്ല. വിഷുവിന്റെ കാലപ്പം തിന്നോ? വിഷുവിന്റെ കാലയപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? കാലയപ്പം, ഉണ്ണിയപ്പം. നമ്മുടെ കാലയപ്പം എന്ന് പറയുന്നത് ഉണ്ണിയപ്പം. അതിലൊരു സങ്കോചം വേണ്ട. അവിടുത്തെ പറഞ്ഞെടുത്താൽ മതി. അയൽപക്കത്തുള്ള ഹിന്ദുക്കളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എങ്ങനെയാ പറയുക? പറഞ്ഞാൽ അവർ പുടങ്ങോ? അതാണ് മുഹബത്തിനുള്ള ശിർക്ക്. സംഭവം മനസ്സിലായോ? അതാണ് മുഹബത്തിലുള്ള ശിർക്ക്. അതായത് ദുന്യവിയായിട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള പേടിയിലോ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടാവുമെന്നുള്ള ഭയത്തിലോ എന്ത് ചെയ്യാ? അള്ളാഹുവിനെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക. അതൊരു മുവഹ്ഹിദിനെ പറഞ്ഞ പണിയല്ല. ഹക്കായിട്ട് പറയണം. വിഷുവിന് ഹിന്ദുക്കൾ ആചാരമല്ലേ, നമ്മുടെ ആഘോഷമല്ലല്ലോ. പറ്റൂല. അത് അവരുടേതായി നാട്ടിൽ അറിയപ്പെട്ട ആഘോഷമാണ്. ചിലപ്പോൾ ഇതിന് ആരാധനാ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല, ഐതിഹ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏത്? നമുക്ക് കൊടുക്കാം. നമ്മള് വിശ്വാസികളല്ലേ? അങ്ങോട്ട് കൊടുക്കാം. നമ്മള് വിശ്വാസികളായതുകൊണ്ട്. വിഷുവിന്റെ പിറ്റേന്ന് പോയിട്ട് ചോദിച്ചോ, നല്ല സാമ്പാറും ചോറും അടിച്ചോ, ഒരു പ്രശ്നമില്ല. കാരണം എന്താണല്ലോ, ഇത് അവരുടെ പ്രത്യേകം ആഘോഷമാണ്. അമുസ്ലിമീങ്ങളുടെ ആഘോഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് പങ്കാളിത്തമില്ല. നമ്മൾ ഇസ്സത്തുള്ളവരാണ്. നമുക്ക് കൊടുക്കാം. നമ്മൾ വിശ്വാസികളല്ലേ? അതായത് ഇവിടൊക്കെ എന്താ നമ്മുടെ പ്രശ്നം? എന്താ നമ്മൾ ഒഴിവാക്കിയാൽ എന്തെല്ലോ ഒരു ഭയം, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടതോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ഭയം. മുഅ്മിനാ ഭയമില്ല. നമ്മളെ വലപ്പക്കത്തുള്ള അയൽവാസികളോട് പറഞ്ഞു, ഇന്നലെ രാത്രി പോയിട്ട് പറഞ്ഞു, കൊണ്ടുവരരുത്, നമ്മൾ തന്നൂല, ഇഷ്ടക്കേടൊന്നും തോന്നരുത്, ഇത് ശരിയല്ല, നമുക്ക് പറ്റൂല. നേരത്തെയുള്ളേക്കാണ് സ്നേഹം. വെടി പൊട്ടിക്കുമ്പോൾ വിളിച്ചു വെച്ചു, വെടി പൊട്ടിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാവോ? അവർ പൊളിച്ചോ, നമുക്ക് എന്താ? മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. മുവഹ്ഹിദുകളാട്ടോ. മുവഹ്ഹിദിന്റെ കാര്യം ഈ പറയുന്നത്. കടലമ്മക്ക് പഴം കൊടുക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ല, ഒരെടുത്തും പോവാ. കടലമ്മക്ക് പഴം കൊടുക്കുന്ന ആളുണ്ടല്ലോ, അവർക്ക് എന്തും ചെയ്യാം. മുവഹ്ഹിദുകൾക്ക് എല്ലാം ചെയ്തുകൂടാ. മുവഹ്ഹിദുകള് ശ്രദ്ധിച്ചേ ചെയ്യാൻ പാടുള്ളൂ.
കാരണം ദുനിയാവിന്നോ നാളെയോ തീരും, ആഖിറമാണ് വിഷയം. ബൽ തുക്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. അതെന്തിനാ പറഞ്ഞതെന്നറിയോ? ചെറിയ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ദുനിയാവെ വലുതാക്കി കാണണ്ട, അതാണ് വലുത്. ആളെ കഷ്ടപ്പെട്ടു പോകും, ആഖിറത്തിൽ ബുദ്ധിമുട്ടായി പോകും. എന്നാലോ മാനുഷികമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാം അനുവദിച്ചിരുന്നു. അയൽപക്കത്ത് ഹിന്ദു രോഗിയായി, ഫസ്റ്റ് നമ്മളെത്തണം, ഫസ്റ്റത്തെ പൈസ നമ്മൾ കൊടുക്കണം. ഓന്റെ ഹോസ്പിറ്റൽ ബില്ല് എത്താന്ന് ചോദിച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യത, നമ്മുടെ ഹക്ക്, മുസ്ലിമിന്റെ ഹക്ക്. ആർക്കൊരു തർക്കമില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് മതസൗഹാർദ്ദം. അങ്ങനത്തെ ഒരു പേരേ ശരിയല്ല. അതൊരു തരം കളിയാക്കലാണ് ശരിക്കും പറഞ്ഞാൽ. അവരവരെയും നമ്മളെയും കളിയാക്കലാണ് മതസൗഹാർദ്ദം. അങ്ങനെ ഒരിക്കലും ഒന്നാവില്ല. മാനുഷിക സൗഹാർദ്ദം അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പാഠം കൂടിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് കാരണം ജൂതപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. വീട്ടിന്റെ ഭക്ഷണമാക്കിയിട്ട് വിളിച്ചു, നമുക്കും പോകാൻ പ്രശ്നമില്ല. കാരണം ഭക്ഷണത്തിന്റെ അസല് അത് അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത് പലിശ പൈസൻ്റെതാണ്, അല്ലെങ്കിൽ കള്ളു വിറ്റതാണ്, അല്ലെങ്കിൽ നിരസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് പോണ്ട. ഇല്ലേ, എന്ത് വിളിച്ചു, ക്രിസ്ത്യൻ വിളിച്ചു, ജൂതം വിളിച്ചു, പോയിട്ട് നമുക്ക് തിന്നാം. പക്ഷെ അവരുടെ എത്രത്തോളം അറിയോ ഞാൻ പറയാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന വഖൂലു ദുർന വസ്മഉ. നിങ്ങൾ റാഇന എന്ന് പറയരുത്, മറിച്ച് എന്ത് പറയണം? ഉന്ദുർന എന്ന് പറയണം. റാഇന ഉന്ദുർന രണ്ടോ അർത്ഥം. റാഇന നമ്മളൊന്ന് പരിഗണിക്കണേ. പക്ഷെ ജൂതന്മാരുടെ ഭാഷ പ്രകാരം അത് ദ്വയാർത്ഥമുള്ള പദമാണ്. ഒന്ന് നല്ല അർത്ഥമുണ്ട്, മറ്റൊന്ന് മോശമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വാക്ക് പറയുമ്പോൾ ജൂതന്മാര് വ്യാഖ്യാനിച്ചിരിക്കും. കണ്ടോ, മുഹമ്മദിന്റെ അനുയായികൾ പറയുന്ന വാക്ക് കേട്ടോ, അള്ളാഹു വായത്തിറക്കിയിട്ട് പറഞ്ഞു ആ വാക്ക് പറയരുത്, കാരണം അതിന് ദ്വയാർത്ഥമുണ്ട്. അതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ അഹ്മദ് പറയാണ്, അവരങ്ങനെ ഉപയോഗിക്കുന്ന പദമായത് കൊണ്ടാണ് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഒരു അമുസ്ലിമീങ്ങൾ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉണ്ടോ, ചില നിറങ്ങള്, ചില വസ്ത്രരീതികള്, ഈ പറഞ്ഞ പോലെ ചില ആഘോഷങ്ങള്, അതിലൊന്നും മുസ്ലിമീങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. നമ്മൾ ഇസ്സത്തുള്ളവരാണ്, ശരിക്കും പാലിക്കണം. അതൊന്നും ആർക്കൊരു ദ്രോഹം ചെയ്യലുമല്ല, നമുക്ക് അതിനെ കൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല ഇസ്സത്തല്ലാതെ. കാരണം അമ്മാനെ പരിഗണിച്ചാൽ നമ്മളെ ഇങ്ങോട്ട് പരിഗണിക്കും, എന്താ സംശയം? അപ്പൊ നോക്കി, ഇൻകാന ആബാഉക്കും, നോക്കി ഇത് അയൽവാസിനെ പറ്റിയല്ല പറയുന്നത്. ഇൻകാന ആബാഉക്കും, ഉമ്മാവും 85ാം വിവാഹ വാർഷികം ആഘോഷിക്കാന്ന് വെച്ചോ, പോയിട്ട് തിന്നാൻ പറ്റുമോ? ഉപ്പല്ലേപ്പ. ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും, മക്കൾ, വഇഖ്വാനുക്കും, കൂടപ്പിറപ്പുകൾ, വഅസ്വാജുക്കും, ഇണകൾ, പിന്നെ വഅശീറത്തുക്കും, ബന്ധുമിത്രാദികൾ, എല്ലാം വിട്ടു. 4 ഭാഗം അല്ലാഹു കെട്ടി. വഅംവാലുൻ ഖതറഫ്തുമൂഹ, നിങ്ങൾ വാരിക്കൂട്ടിയ നിങ്ങളുടെ സ്വത്ത്. വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടപ്പെടുവാൻ നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം. വമസാകിന തർദൗനഹ, നിങ്ങൾ തൃപ്തിയോടെ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീട്. ഈ 8 എണ്ണമായാൽ എന്തായാൽ അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായാൽ മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അവരുടെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഫതറബ്ബസു, കാത്തിരുന്നോടെ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ. വെരി ഡേഞ്ചർ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞാൽ ബിദ്അ, അതിലൊരു സംശയമില്ല. അത് പിന്നെ നസാറാക്കളുടെ പരിപാടിയാണ്. മുഖാലഫത്തുൻ നസാറ നിർബന്ധമല്ലേ, നമുക്ക് വാജിബല്ലേ. അപ്പൊ ബർത്ത്ഡേ പാർട്ടിയിൽ എന്റെ സ്വന്തം അനുജന്റെ മോന്റെ ബർത്ത്ഡേ പാർട്ടി എനിക്ക് പോകാൻ അനുവാദമില്ല. കാരണം പോയാൽ ഫതറബ്ബസു, കാരണം എന്നെ കൊണ്ടുപോകുന്ന അനിയനോടുള്ള മുഹബ്ബത്താണ്. അല്ലാഹു പറയുന്നത് എന്താണ്? എന്നോടായിരിക്കണം മുഹബ്ബ, എനിക്കിഷ്ടമല്ല, അനിയൻ ഇഷ്ടപ്പെട്ടാലും നീ പോകാൻ പാടില്ല. അപ്പൊ ബന്ധം മുറിയില്ലേ? നീ ഞാനുമായിട്ടുള്ള ബന്ധം മുറിക്കാണ്ടിരിക്കാൻ നോക്ക്. മറ്റവന്റെ ബന്ധം മുറിഞ്ഞാലും ദുനിയാവിലെ പ്രശ്നം ഉണ്ടാവും. ഇത് എന്റെ അടുത്ത് വന്നാൽ പ്രശ്നമാവും. മുവഹിദുകൾ കരുതിയിരിക്കണം, ജാഗ്രതയിലെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും പ്രശ്നം, നമ്മളൊരു എന്ത് ജീവി എന്നാ പറയാ, സാമൂഹിക ജീവിയാണ്. ഇത് നമ്മുടെ പ്രശ്നം.
അവിടെ ഒപ്പിക്കണം, ഇവിടെ ഒപ്പിക്കണം. ഇല്ല, മുഅ്മിൻ അങ്ങനെ ഒപ്പിച്ച് ജീവിക്കാൻ പറ്റൂല. ദീനിലുണ്ടോ, ആദർശത്തിലായി പറയുന്നു, ബാക്കി എല്ലാത്തിലും ഒപ്പിച്ചോളൂ. ആദർശത്തിൽ ആയാ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.